അമല ഷെഫീഖിലേക്ക് അമല ആനിയിലേക്ക് കൂടി. അമല നോക്കൂ, ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കണക്ക് പറഞ്ഞു, 50 പവൻ 1/2 കോടിയിലേറെ രൂപ. നോക്കൂ മറ്റൊരു കണക്ക്, ഈ 50 ലക്ഷം രൂപ ബാങ്കിലിടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 29,000 രൂപയെങ്കിലും പലിശ കിട്ടും. 30,000 രൂപയ്ക്ക് അടുത്ത് പലിശ കിട്ടും. ഏതൊരു സാമാന്യ ജോലിയിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഒരു പെൺകുട്ടിക്ക് സ്വന്തമായി ജീവിക്കാൻ ഇപ്പോൾ പോലും. അത് മതിയാകും. ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഒരു ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആ തുക മതിയാകും. അങ്ങനെ വേണമെങ്കിലും ജീവിക്കാമായിരുന്നു. ആ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ആരതിക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള പെൺകുട്ടികൾക്ക് ആ ഒരു സുരക്ഷിതത്വം പോലും ഇല്ലാതെ ഇതുപോലെ മറ്റുള്ളവരുടെ പണത്തിൽ സുഖിക്കാൻ വരുന്ന ആളുകൾക്ക് ആ പണം നൽകി പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നതിൻ്റെ ദുരിത ഫലമാണ് ഓരോ പെൺകുട്ടികളും ഇങ്ങനെ അനുഭവിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒന്ന് രണ്ട് ചിന്ത, ഉത്രയും വിസ്മയയും ഒക്കെ അടങ്ങുന്ന, ഞാൻ ഈ ഫ്ലോറിലിരുന്ന് ഇതേ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ പേരുകൾ മാറുന്നു എന്നുള്ളതല്ലാതെ സമൂഹത്തിൽ ഒരു മാറ്റവും ഇത്രയും വർഷങ്ങളായിട്ടും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിൽ അത് വളരെ ആ പ്രവണത കൂടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊരു ചിന്ത വരുമ്പോഴത്തേക്ക്, അവനവൻ്റേതായാലും അല്ലെങ്കിലും പണത്തോടുള്ള ആർത്തിയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യനെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അവനവൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഈ വിവാഹം ചെയ്യുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് ഇപ്പോൾ യങ്ങർ ജനറേഷൻ കാണുന്നത്. ഞാൻ 25 വയസ്സിന് താഴെയുള്ളവരെ അല്ലെങ്കിൽ 20 വയസ്സിനൊക്കെ താഴെയുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിന് താഴെയുള്ളവർക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുട്ടികളോട് സ്ഥിരമായി സംവദിക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ചൊരു വ്യത്യാസം ആ ജെൻസി എന്ന് നമ്മൾ പറയുന്ന അവരിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്കറിയില്ല. പക്ഷേ ഈ പണത്തോടുള്ള അമിത ആവേശം, മറ്റൊരാൾ ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം, എനിക്കതിനെന്ത് അർഹതയുണ്ട്, എനിക്കതിന് ജോലിയുണ്ടോ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എനിക്കെത്ര കിട്ടും. ഈ കേസിൽ മരിച്ച കുഞ്ഞിനോട് എല്ലാവിധ സങ്കടം തോന്നുന്നു. അതിൻ്റെ ബന്ധുക്കളും മാതാപിതാക്കളും വിസ്മയുടെ അച്ഛനും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു തരത്തിലും അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കുകളുമായിട്ട് ദയവായി ഇതിനെ കണക്കാക്കരുത്. ഞാൻ സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, നിരീക്ഷിക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കണം. ഈ പണത്തോടുള്ള ആർത്തി മൂലമാണ് വിലപേശൽ പോലെ ഈ തർക്കത്തിലേക്ക് നടത്തുന്നത്. 14 ലക്ഷം രൂപയുടെ കാറ് പോരാ എന്ന് അയാൾ തർക്കിച്ചപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ അവൾ തിരികെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഈ പറയുന്ന അതുൽ പൈസ ആവശ്യപ്പെടുമ്പോഴെല്ലാം മകളെ അഡ്ജസ്റ്റ് ചെയ്യൂ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയാതെ തിരികെ വരൂ, അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കാതെ, അച്ഛന് പ്രായമായി, അച്ഛൻ അറിഞ്ഞാൽ വിഷമിക്കും എന്ന് പറഞ്ഞ് ഒളിച്ചു വയ്ക്കാതെ, ഇതല്ല ന്യായമായിട്ടുള്ളത്, നിൻ്റെ നേരെ കുറച്ച് മുമ്പ് ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ, ശരീരം നൊന്ത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പെൺമക്കളോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിൽ ഓരോരുത്തരുടെയും ശരീരമാണ് നോവുന്നതെങ്കിൽ, ഞാൻ ഒരിക്കൽ കണ്ടതാണ്, ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടി നിന്ന് പറയുന്നത്, എന്നെയാണ് അടിച്ചത്, എൻ്റെ കഴുത്തിനാണ് കുത്തിപ്പിടിച്ചത്, എന്നെയാണ് പിടിച്ച് തള്ളിയത് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ അമ്മ തന്നെയാണ് കുഴപ്പമില്ല, ഇനി അവൻ ചെയ്യില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, അമ്മായിയമ്മയല്ല, ഞാൻ അവനെ ഉപദേശിക്കാമെന്ന് പറയുന്നത്. ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്ന വേറൊന്ന്, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇത് മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാരെന്തും വിചാരിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിലയില്ലേ. ഇതിൽ ഉൾപ്പെട്ട 2 കുടുംബങ്ങളല്ല, ഇപ്പം നമ്മൾ പറഞ്ഞ 2 കുടുംബങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഈ പുതിയ കാല ജീവിതത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അവനവൻ ബുദ്ധിമുട്ടാതെ എളുപ്പം കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് ഏതാണ്?
ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുക. ആഡംബര കാറുകളായിട്ടാകട്ടെ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ ഈ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ സ്വർണം ഒന്നും നോവാതെ അയാളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഈ അച്ഛൻ ഇത്രയും കാലം മണരാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണെന്ന് ഓർക്കാതെ, അയാൾക്കത് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളത് എടുത്തിട്ട് വിറ്റ് ആഡംബര കാറ് വാങ്ങുക ചെയ്തത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ, അവൾ അവിടെ തൂങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ കതകിന് പുറത്ത് ഇയാൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ 2 മണിക്കൂർ എന്നാണ് വാർത്തകളിൽ നിന്ന് അറിഞ്ഞത്. ആ 2 മണിക്കൂർ വെയിറ്റിംഗ് എന്തിനായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് സമൂഹത്തിൽ സാറ് പറഞ്ഞതുപോലെയുള്ള ആ ടോക്സിസിറ്റി മനസ്സിലാകുന്നത്. ഒന്ന്, ഇവൾ ഡിവോഴ്സിന് പോയിരുന്നെങ്കിൽ ഈ വാങ്ങിയ 50 ലക്ഷവും ബാക്കി സാധനങ്ങളും തിരിച്ചു കൊടുക്കണം. അതില്ല, അത് ചിലവാക്കി കഴിഞ്ഞു. 2, ഇവളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരമാവധി നമ്മുടെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥയിൽ കിട്ടാവുന്ന ശിക്ഷ എത്രയാണെന്ന് കണക്ക് കൂട്ടി, ആണും പെണ്ണും കണക്ക് കൂട്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മളുടെ ഇടയിലുള്ളത്. ഇത് നമ്മൾ വേറൊരു കേസിൽ, ഗ്രീഷ്മയുടെ കേസിൽ കണ്ടതാണ്, അല്ലെങ്കിൽ ഉത്രയുടെ ഭർത്താവിൻ്റെ കേസിൽ കണ്ടതാണ്. എത്ര വർഷം എനിക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടും മാക്സിമം, ആ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും, അപ്പോഴും ഞാൻ ചെറുപ്പമാണ്, ഈ പണം അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ അന്ന് എനിക്ക് വീണ്ടും സ്ത്രീധനം വാങ്ങിച്ച് ഇതിൽ കൂടുതൽ പണം വാങ്ങിച്ച് എനിക്ക് വീണ്ടും കല്യാണം കഴിക്കാം. ഇത് ഉറപ്പുവരുത്താനല്ലേ അയാൾ അവിടെ കാത്തിരുന്നത്. അല്ലാതെ ആ കുട്ടിയെ രക്ഷിക്കാനായിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇയാൾ വിളിച്ച സുഹൃത്തിനെ എന്തുകൊണ്ട് അന്നേരം വിളിച്ചില്ല? ഈ 2 മണിക്കൂർ ഇയാൾ എന്തിനാണ് വെയിറ്റ് ചെയ്തത്? അപ്പോൾ ഈ കുട്ടിയെ വേണ്ട എന്നൊരു കാര്യം അയാളുടെ മനസ്സിലുണ്ടാവുകയും ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുമ്പോൾ എനിക്കിനി തിരിച്ചു പോകാൻ വയ്യ എന്നൊരു ചിന്തയിലും ആയിരിക്കും അത് ചെയ്തത്. ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. വിസ്മയുടെ അച്ഛൻ പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിനെ ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇതിൽ സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആദ്യമായി എൻ്റെ ശരീരത്തെ സ്പർശിച്ച മനുഷ്യൻ അതായതുകൊണ്ട് എനിക്ക് അയാളെ വിട്ട് വരാൻ പറ്റില്ല എന്ന് ഒരു കുഞ്ഞ്, ഞാൻ വിസ്മയെ അല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു പെൺകുട്ടി കരുതുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്താണ് അവളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? അവളുടെ ശരീരമാണ് അവളെന്നും ആ ശരീരമില്ലാതെ അവൾക്കൊരു നിലനിൽപ്പില്ലെന്നും ശരീരത്തിൻ്റെ മാനമോ മറ്റെന്തൊക്കെയോ തൊട്ടതോ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ എന്നും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരാളെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ ശരീരത്തൊന്ന് തൊട്ടു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് ഇല്ല. ഇപ്പോൾ പുതിയ കുട്ടികൾ ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്, പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവർ ബ്രേക്കപ്പായി അടുത്ത റിലേഷൻസിലേക്ക് പോകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പർട്ടിക്കുലർ, അതായത് ഒരു 25-ന് മേളിൽ പ്രായമുള്ള ഒരു തലമുറയിൽ ഇപ്പോഴും ഈ ഒരു ചിന്താഗതി ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹമോചനം കഴിഞ്ഞ് വന്ന് നിന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്ത് തൊട്ട ഒരാൾ, ആ ശരീരത്തിന് ഒരു അൺഡ്യൂ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോഴും കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അത് മാറ്റാനുള്ള വിദ്യാഭ്യാസം കൂടെ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നും കൂടെ എനിക്ക് ഇതിൽ അഭിപ്രായമുണ്ട്. തീർച്ചയായും. ശ്രീ ഷാജി, ഇത് പലതവണ താൻ നേരിടുന്ന ദുരിതം എന്താണ് എന്നത് ആരതി വീട്ടുകാരെ അറിയിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഒരു ആശ്വാസമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു എന്നത് ആ കുട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കും അതിനെ രക്ഷിക്കാനായിട്ടില്ല. ഈ അതുലിൻ്റെ വീട്ടുകാർ, അവരുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? മകൻ്റെ ഈ ക്രൂരതയ്ക്ക്, അതായത് മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് ആ പെൺകുട്ടിയോട് അയാൾ പെരുമാറിയിരിക്കുന്നത്. അതിനൊക്കെ കുടപിടിക്കുന്ന സാഹചര്യമാണോ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും പല കാര്യങ്ങളിലും ന്യായീകരണവുമായി അവർ രംഗത്ത് വരുന്നത് കാണുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ നിങ്ങളോടൊക്കെയുള്ള പ്രതികരണം? തീർച്ചയായിട്ടും അവൻ്റെ മാതാപിതാക്കളും പിന്നെ അവനൊരു അനുജനുമാണ് ഉള്ളത്. ഈ അതിനകത്തുള്ള ഒരു വിഷയം കൂടി ഞാൻ പറയാം. ഈ അനുജൻ കൂടി ഈ വാടക വീട്ടിൽ താമസമായിരുന്നു. ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. ആ ഒരു ബെഡ്റൂമിൽ ആരതിയും അതുലും, തൊട്ടടുത്ത ബെഡ്റൂമിൽ ഈ അനുജനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് വാടക വീട് എടുത്തിട്ട് ഇപ്പോൾ 6 മാസമോ മറ്റോ ആവുന്നുള്ളൂ. അങ്ങനെയാണ് അവിടെ അവർ കഴിഞ്ഞിരുന്നത്. ഈ അനുജൻ തന്നെ പലപ്പോഴും ഈ കുട്ടിയോട് വഴക്കുണ്ടാക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്നലെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ വളരെ സംസ്കാരശൂന്യമായിട്ടാണ് ഈ കുട്ടി അവിടെ വീട്ടിൽ പെരുമാറിയിരുന്നത്. പറഞ്ഞാൽ അസഭ്യമായ ഭാഷ അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു എന്നും ഈ കുട്ടി അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് ഈ അമ്മ ഇതൊക്കെ ഞങ്ങളോട് റിവീൽ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും
ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ഇത് നന്നായി ഞങ്ങളിത് കൈകാര്യം ചെയ്തേനെ. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മോളുടെ ജീവൻ അതില് ഒരു പാളിച്ച സംഭവിച്ചതാണോ ഷാജി? ഇയാൾ ഒരു ബാങ്കിന്റെ മാനേജറാണ് എന്ന് പറയുന്നു, പക്ഷേ CC പിടിക്കുന്ന ഗുണ്ടയായി പ്രവർത്തിക്കുന്ന ഒരാള് എങ്ങനെയാണ് ഒരു ബാങ്ക് മാനേജറാണ് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്നത്? അത് അന്വേഷിക്കുന്നതിനും മനസ്സിലാക്കുന്നതിലും ഒക്കെ വീഴ്ച സംഭവിച്ചോ നിങ്ങളുടെ ഭാഗത്ത്? മാഡം, അതിനകത്ത് ഒരു ചെറിയ വിഷയം സംഭവിച്ചതെന്ന് വെച്ചാൽ HDFC ബാങ്കിന്റെ ഉദ്യോഗസ്ഥനാണെന്നുള്ള രൂപത്തിലാണ് വീട്ടിൽ പ്രപ്പോസൽ വരുന്നതും അങ്ങനെയാണ് സംസാരിക്കുന്നതും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള, അങ്ങനെ ഒരു CC പിടുത്തക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ബാങ്കിലെ ഒരു സ്റ്റാഫ് ഉണ്ട്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് HDFCയിലല്ല, HDBS എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഉണ്ട്. അതിൽ EMI അടക്കമുള്ള ലോണുകൾ ക്യാൻവാസ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ തന്നെയും ഇയാള് നേരത്തെ ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.